ഇതിന്റെ കൂട് ചിക്കൻ ഇട്ടോ. മൂപ്പര മുണ്ട് വരെ ഊരിപ്പോയി. മീന് വെച്ചിട്ടുണ്ട്. വേഗം വെറുതെ ടി വി കണ്ട് കുത്തിരിക്കല്ല. വേഗം ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഞായറാഴ്ചയാണ് പരിപാടി. ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ, ഫ്രഷ് വീഡിയോ ആണ്. അപ്പം സ്വാഗതം. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പരിചയമൊന്നുമില്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കുക. ഇങ്ങനെയൊക്കെ തന്നെയല്ല പഠിക്കാം. അപ്പൊ നമ്മളെ സ്വന്തം ക്യാമറ ഒക്കെ ഉണ്ട്, ഇതാ നെഞ്ചത്ത് കുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഞായറാഴ്ച സ്പെഷ്യലായിട്ട് നെയ്ച്ചോറുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു കടായി വെക്കണം എന്നുണ്ട്. ഇപ്പൊ വെക്കട്ടെ കേട്ടോ, പോയി വെക്കട്ടെ. വെക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം തീ പിടിപ്പിക്കണം. തീ ഒന്ന് പിടിപ്പിക്കട്ടെ കേട്ടോ. അടക്കത്തൊണ്ടോണ്ടാണ് പിടിപ്പിക്കുന്നത്. കുറച്ച് അടക്കത്തൊണ്ടുണ്ട് കേട്ടോ. അടക്കത്തൊലി, അടക്കന്റെ പൊളി അതുണ്ട്. അതിനൊന്ന് പിടിക്കട്ടെ, വേഗം പിടിച്ചിട്ടും ഒന്ന് പിടിപ്പിക്കട്ടെ കേട്ടോ. അയ്യോ, ഇതിന് പൊടി പറയാ ഭയങ്കരമായിട്ട് തുമ്മല് വരും കേട്ടോ, നല്ല തുമ്മല് വരും. പൊടി ഇങ്ങനെ പാറാൻ പറ്റൂല, അടുപ്പിലിടാണ്. എടി കുട്ടികളെ വരി, ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കിക്ക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കിക്കോളി. ഒരാള് നന്നാക്കിക്കോളി, എനിക്ക് നന്നാക്കി തരാല്ല. നന്നാക്കിക്കോളി ഒരാള്. അടിച്ചു വാരി. ഇതൊക്കെ എന്താ? അടിച്ചു വാരിയാണ്ട് പാത്രം കഴുകി അങ്ങനത്തെ പണികളൊക്കെ. ഇതൊക്കെ എന്താ? ഇതെന്തിനാ? എന്തിരി പേപ്പറാ? ഇതെന്താ? എന്തിരി പേപ്പറാ? അത് ഞാൻ ചോദിച്ചേ. അടുപ്പിൽ ഇതാക്കണ തിരികെ വെച്ചിക്കണല്ലോ. ഇതെന്തിനാ പേപ്പർ? ഇതെന്തൊരു പേപ്പറാ? ഇതെന്താ ഒരു ബുക്ക് നിറച്ചത്? ഒരു ബുക്ക് ഫുള്ളായിട്ട് കീറി വെച്ചിക്കണ എന്താ? ബാക്കിൽ എഴുതിയതോ? ഇത് പിന്നെയും തുടങ്ങിയ ബുക്ക് കീറല്. എനിക്ക് അതന്നെ ഒരു പരിപാടി. എഴുതാ കീറുക. പൈസ ആ ബുക്ക് വെറുതെ കിട്ടൂല കേട്ടോ. തീർച്ചയായിട്ടും കൊടുത്താലൊന്നും കിട്ടുകയൊന്നുമില്ല. ഒരു പൈസ കൊടുക്കണം. അതിങ്ങനെ കീറിയിടാൻ പാകത്തിന്. എത്ര കാലം പേപ്പർ അതിലിട്ടിക്കണത് കണ്ടോ? കുറച്ച് പേപ്പറാണ്. നമ്മൾ തീർച്ചയായിട്ടും കൊടുത്താലും ഒരു പീഡിയക്കാര് ബുക്ക് എന്തെങ്കിലും തരുവോ? പൈസ കൊടുക്കണ്ടേ? എന്താ കോഴിക്കുട്ടികളെ, നിങ്ങളെ വിടാനായിട്ടില്ലേ? നിങ്ങളെ വിട്ടാ കൊണ്ടുപോകൂലേ? അതല്ലേ വിടാത്ത. ഇങ്ങനെ പീ അറിഞ്ഞോണ്ട്. അപ്പൊ കറി കൂട്ടണ്ടേ? 4 വർത്തമ്മ വിട്ടാ മതി. കൊണ്ടുവരാൻ പറയാ. ആരോട് പറയാൻ? ആരൊക്കെ ആൾക്കാർ? സെക്കരക്കട്ടെ. അവർക്ക് ഭയങ്കര മടിയാണ്, വീഡിയോയില് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതൊക്കെ വലിയ ആളായിക്കണം. ഇന്ന് ഭയങ്കര വലിയ ആളായിക്കണം, ഇന്ത്യക്കാട്ടിൽ വലിയ ആള്. കേക്ക് ഉണ്ട്. അതൊക്കെ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര ഒരു ജാട തെണ്ടിയാണ് അവള്. തീ ഇതൊക്കെയാണ് തീ വിറക്. ഇതൊക്കെ പുഴയിൽ കിട്ടിയ മരാട്ടോ. അപ്പൊ നല്ല ഉഷാറായിട്ട് കത്തും. കുറച്ച് ചൂടായാൽ മതി. നല്ല ഇതെന്ത് കൊള്ളാത്ത ഇഞ്ചി എന്നൊക്കെ. കൊള്ളില്ല ഗായ്സ്, കൊള്ളല്ലോ. അറിയാണെങ്കിൽ ഗായ്സ് അങ്ങ് പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ്. അടുത്തതായി ഇവിടെ അരങ്ങേറുന്നത് കുക്കിംഗ് ആൻഡ് അടിച്ചുവാരൽ വിത്ത് വ്ളോഗിങ്. അപ്പൊ വിത്ത് വ്ളോഗിങ് ആണെങ്കിൽ ഇത് ഓഫാക്കണം, ടി വി ഓഫാക്കണം. അപ്പൊ ഗൈസ് ടി വി ഓഫാക്കി എല്ലാവരും ഓരോരോ പണിക്ക് പോകാണ്. അല്ലെങ്കിൽ ടി വി ഓഫാക്കിയാലാണ് നമ്മള് പറയുന്നത്. ഓരോരുത്തര് പണിയെടുത്തിട്ട് പറയണം. മൈക്കാണ് ചേച്ചാണ് വല്ല പറയും. മൈക്കട്ടെ കാലനോ ആണല്ലോ പശ്ചാത്തലം.
ഈ കളി അതൊക്കെ ഒന്നും ഇഷ്ടല്ല ഗൈസ്. ഒക്കെ വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടല്ല. അല്ല ഇതിന് തിരക്കടില്ല, ഒച്ച കളിക്ക് തിരക്കടില്ല. ഓളൊക്കെ ഇത് ഇന്ത്യക്കാട് വലിപ്പായി ഗൈസ്. ഞാനും ഓളെ അമ്മയാ, ഓൾ ഇന്റെ അമ്മയെന്ന് തോന്നുന്നു. ഇഞ്ചി എന്നാക്കിയാലജി ഇന്ന് വെറൈറ്റി ആയി യൂട്യൂബിൽ കണ്ട നെയ്ച്ചോറ് ഉണ്ടാക്കാട്ടോ. യൂട്യൂബിൽ കണ്ട നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കണം. ചേട്ടാ എന്നാലും ഇവിടെ തിന്നാൻ ആളുണ്ടല്ലോ. അത് ഒരു തെറ്റ് ഒരു പോലീസുകാരനെ എപ്പോഴും പറ്റും. ഈ പോലീസുകാരന് കൊറേ തെറ്റ് പറ്റി. ഈ പോലീസുകാരന് അങ്ങനെ തെറ്റിന്റെ ഒരു കുമ്പാരമായത് കാരണം ഓൾ പൊട്ടിടാൻ പോയി ഗൈസ്. ഓൾ പൊട്ടിട്ടില്ല. അവിടെ ഞാനും ഇട്ടിട്ടില്ല അടി പൊട്ട്. ഓൾ പൊട്ടിട്ടില്ല, കാരണം പൊട്ടിടാൻ വേണ്ടിട്ടോ. ബ്യൂട്ടി ഗേളാണ് എന്റെ. ഒരു നിമിഷം കേട്ടോ, ഞാൻ ആ നെയ്ച്ചോറ് വെക്കണത് മറന്നുപോയി. എങ്ങനെ നോക്കട്ടെ. നമ്മൾ ഡാൽഡയിലാണ് ഉണ്ടാക്കണത്, നെയ്യിലല്ല ഉണ്ടാക്കണത്, ഡാൽഡയിലാണ് ഉണ്ടാക്കണത്. കോഴി ഓർന്ന് കോഴിക്കൊക്കെ വാതിൽ തുറക്കാൻ നിൽക്കാണ്. എന്നിട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം. സ്പൈസസ് ഒക്കെപ്പാട് ചേർക്കാം. നമുക്ക് ഈ പിസ്കലിന്റെ സൂക്കട് ഉണ്ടായത് കാരണം ഒക്കെപ്പാട് ചേർക്കണ്ട. നമ്മൾ കുറച്ച് ചേർക്കാൻ മതി. അപ്പൊ ഒന്നും ഇടുള്ളൂ. ഓർമ്മ ഒക്കെപ്പാട് ഇടൂല ഞാൻ, തിരക്കില്ല ഞാനൊക്കെ. അപ്പൊ ഞാൻ സേവ് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. അതിനുള്ള ഫ്ലേവറൊക്കെ മതി നെയ്ച്ചോറിന്. അപ്പൊ അതൊക്കെ അയ്യോ അപ്പൊ ഇതും ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് എങ്ങനെ ആദ്യമായിട്ട് വെച്ചേക്കാം കേട്ടോ. ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കാണ്. ആൺകുട്ടികൾ ഡ്രസ് അടിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയണം. പെൺകുട്ടികളുടെ ഒക്കെ ഐ ആം പെർഫെക്റ്റ് ഓക്കെ. അപ്പം ഇനി നമ്മള് വലിയൊരു വെല്ലുള്ളി ഇട്ടിട്ട്, ചെറിയൊരു വെല്ലുള്ളിന്റെ ഫുള്ളല്ല, ചെറിയൊരു. ഇതിന്റെ ഇടയിൽ ഞാൻ വെള്ളം ഒഴിച്ചെടുത്തു തുറന്ന്. ഞാൻ ഒന്നര കിലോന് അരിയാണ് എടുത്ത്. അപ്പൊ ഞങ്ങൾക്ക് ഉച്ചക്കും അതേപോലെ തന്നെ രാത്രിക്കും കണക്കാണ്. 1.5 കിലോ വേണം. ഇവര് വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ചോറുന്നും. അപ്പൊ ഒരു 1.5 കിലോന് അരി വേണം എനിക്ക് 2 നേരത്തിനും കൂടി. അവൾക്ക് തോന്നുമ്പോ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആവുമ്പോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിന്നും, കുറച്ച്. അപ്പൊ 1.5 കിലോ വേണം. ഇതിനിടയിൽ വെള്ളം പറഞ്ഞു. ഞാൻ വെള്ളക്കണക്കിനോട് ചോദിക്കരുത്, ഞാൻ ഒരു സുമാറ് കണക്കിനാണ് പറഞ്ഞത്. എന്റെ ഒരു സുമാറിനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അരി ഇടുമ്പോ പറഞ്ഞുതരാം എന്തായാലും ഒരു കണക്ക്. പിന്നെ ഉപ്പിടുക. പിന്നെ ഇവിടെ അതാ വെള്ളം തിളച്ചാൽ നമ്മൾ അരി ഇടണം. അരി ഇടുന്നതിന് വേണ്ടി ഈ ഓല ഇടണം കേട്ടോ. ഓല ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ചോറ്റോല എന്നാ പറയാ. അപ്പൊ അത് ഇടുക. അതിട്ടോട്ട് നല്ലൊരു മണാണ്. അപ്പൊ അരി ഇടുക. അരി ഇങ്ങനെ അളന്ന് ഇടണമെന്നാ പറയാ, കൈ കണക്കിലിടണമെന്നാ പറയാ. അത് എന്തുകൊണ്ടാണ് അറിയില്ല, കൈ പൊള്ളാനാണോന്ന് അറിയില്ല. അയ്യോ ക്യാമറയൊക്കെ നല്ല ഫുള്ളിത് പറഞ്ഞാലോ. ഞാനൊരു എങ്ങനെ നോക്കുക വെച്ചാല്, ഇത് അരിട്ടോ, അരിന്റെ ഒരു 2 ഇഞ്ച് ഞാൻ തയ്യൽ കാരത്തി ആയതുകൊണ്ട് തന്നെ ഒരു 2 ഇഞ്ച് പൊന്തി വേണം വെള്ളം നിൽക്കാനായിട്ട്. അരിന്റെ ഇത് കണ്ടാവും. ഇങ്ങനെ നിൽക്കുമ്പം 2 ഇഞ്ച് ഇത്ര ഉണ്ട്. ഒരു 2 ഇഞ്ച് വെള്ളം പൊന്തി നിന്നാല് വെള്ളം കണക്കാവും അരിന്റെ. വല്ല ഗ്ലാസ് അളവോ ഒന്നും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് പറയാൻ നിൽക്കണില്ല. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുക. അരി അടിയിലും ഒരു 2 ഇഞ്ച് പൊന്തിയിട്ട് വെള്ളം പറഞ്ഞു വെച്ചാല് കണക്കാവൂട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അത് വരുന്നു വേഗട്ടോ. അതെല്ലാരും ഉണ്ട് അടുക്കളയില്. അവിടെ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ കുറച്ച് പാത്രം കഴുകാണ്ടിരുന്നു, അത് കഴുകാണ്. ഞാനിതെന്റെ ചോറ് ചോറ് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ വെള്ളം കറക്റ്റ് ആയിരുന്നില്ലത്. ചോറ് വെന്തു വന്നു. ചോറ് വെന്തു, വെള്ളം കണക്റ്റായി. അപ്പൊ അങ്ങനെ വെള്ളം നോക്കിയാൽ മതി. ഞാൻ അങ്ങനെയാ നോക്കല്.
അപ്പൊ അങ്ങനെ വെള്ളം നോക്കിയാൽ മതി. അടിയൊന്നും അടിയിൽ വെള്ളമൊന്നുമില്ല. അവിടെ കാണുന്നുണ്ടോ? അടിയിൽ വെള്ളമൊന്നുമില്ല. ഇനി ഇതിന്റെ മേലെ നമ്മള് എന്തിട്ട് കൊടുക്കണം? ഇതിന്റെ മേലെ നമ്മൾ കനലിട്ട് കൊടുക്കണം. അപ്പം എക്സ്ട്രാ വെള്ളമൊക്കെ നമ്മൾ ഇതിൽ അലങ്കാര പണികളൊന്നും എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ ഉതിർന്നു പോവുള്ളൂ കേട്ടോ. ഈ കല്ല് ചാടിക്കണം, അവിടെ പോയി ചവിട്ടണ്ട, അല്ല കയ്യുത്തണ്ട. കുളിച്ചോ? 1 മണിയായി ഇപ്പൊ. ഇത് കുളിച്ചോ? കുറച്ചല്ലേ ഇപ്പൊ തന്നെ കുളിച്ചോ? എന്തിനാ കുറച്ച് ചെയ്യണത്? ഇപ്പൊ തന്നെ കുളിച്ചോ? നീ ഞാനും അച്ഛനും പുഴയിൽ പോവും. അപ്പൊ സോപ്പ് ഞങ്ങൾ കൊണ്ടുപോകും. പുഴയിന്ന് കുളിച്ചാലേ നിങ്ങൾ എപ്പോഴൊന്നും കുളിക്കണം. എപ്പോഴെങ്കിലും പുഴയ്ക്ക് വരുമ്പോ ഇല്ലാത്ത പപ്പടം കച്ചാണ്ടല്ലോടാ. ആ ഓയിലെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ തൊട്ട് പോകരുത്. വെളിച്ചെണ്ണ തന്നെ കണ്ടു കിട്ടാനില്ല. ഇതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചതാ. ഇതൊക്കെ ഒരു 3-4 ദിവസത്തല്ല, 3-4 കവറ് പൊട്ടിച്ച് തിരിച്ചിരി എടുത്തുവെച്ചാണ് ഇത്രയായി. ഇന്നലെ മസാല തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വിജയ വർത്താനം പറയില്ല. ഓളെങ്കിലും വർത്താനം പറഞ്ഞോട്ടെ. ഇന്ന് വർത്താനം പറയുന്നത് അടിയാണ്. വിജയ പറയില്ല. അവർക്ക് 6 മണിയാകുമ്പോ ഒക്കുള്ളൂ. 6 മണി മടിയാണ്, പൊതുവെ നീക്കാൻ മടിയാണ്. അപ്പൊ 6 മണി ആയിട്ട് പിന്നെ 6:30 ആയേ ഉള്ളൂ. 5:45 5:55 നടന്നു പോകും. 6:30 ആകുമ്പോഴേ അങ്ങോട്ട് എത്തുള്ളൂ. പിന്നെ നേരല്ലേ. അപ്പൊ ഇവർക്ക് സ്കൂൾക്ക് പോകുമ്പോ ചോറ് കൊണ്ടുപോകണം. ആ പരിപാടിയൊക്കെ എടുക്കാണ്ട്. നേരത്തെ മടിയാണ്, നീക്കാൻ മടിയാണ്. നല്ല മടിയാണ് നീക്കാന്. അത് വെച്ചിട്ടാണേ 1 അരമണിക്കൂർത്തെ നടത്തം. ഇന്ന് കുറച്ച് താഴെ പോയി. ഇന്നിപ്പോ സ്കൂളില്ലല്ലോ. ഞാനും ചുറ്റും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്താണുള്ളൂ, വേറെ ആരുമില്ല. പിന്നെ കൊറേ കാക്കമാര് നടക്കലുണ്ട്. കൊറേ കാക്കാരുണ്ട്. ഇന്ന് എവിടെയൊക്കെ ചോദിച്ചു കണ്ടിങ്ങനെ പോകുമ്പോഴേ കുഞ്ഞമണി ഒക്കറൊക്കെ ഉണ്ട്. ഓടയ്ക്കൽ നടന്നിരുന്നു. നിങ്ങളൊക്കെ ഓടയ്ക്ക പോകേണ്ടി ചോദിച്ചു. ഞങ്ങൾ ഓടയ്ക്ക പോകാൻ ഓല ജിമ്മോ ഓപ്പൺ ജിമ്മിന്ന് പോരാൻ തോന്നുന്നു. അതേപ്പോ അവിടെ കാളുണ്ടാവുക നേരത്തൊക്കെ. ഓർക്കേർക്കല്ല. നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ അതിന് നാട്ടൊരാള് വേണം. ഒരാളും വണ്ടി ഉണ്ടെങ്കിൽ തിരക്കടില്ല. ഇത് നടക്കൂല ഒറ്റക്ക്. കാട്ടല്ലേ നമുക്ക് ചോറുന്നാ പോരെ. നമ്മൾ സമൃദ്ധിയായിട്ട് ഭക്ഷണം കഴിക്കും. അത് തൈരും അച്ചാറും പപ്പടവും പൊരിച്ചതും ഒക്കെ പാടെ. ചിലപ്പം നാളെ നമുക്ക് താളിപ്പിന് ചോറ് കഴിക്കാറ്. എന്തായാലും ഇന്ന് ഞങ്ങൾ ആഘോഷമാണെങ്കിൽ നാളെ ഇന്ന് ഞങ്ങള് പണക്കാരാണ്. നാളെ ഞങ്ങള് ദാരിദ്ര്യമായിരിക്കും. ഞങ്ങള് ദാരിദ്ര്യമായിരിക്കും. ഞങ്ങള് നാളെ തക്കാളി താളിപ്പിന് ചോറ് കഴിക്കാതെ ഞങ്ങൾക്ക് ഉണ്ടാക്കാം. പേരിക്കും ഉപ്പേരിയും ചോറുണ്ടാവും. അപ്പൊ അങ്ങനെയാണില്ലേ. ഞങ്ങള് ഒരു ദിവസം ദാരിദ്ര്യം, ഒരു ദിവസം ഞായറാഴ്ച ഞങ്ങൾ പണക്കാരായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ദാരിദ്ര്യരായിരിക്കും. വലിയ പണക്കാരല്ല. ഭക്ഷണ കാര്യത്തിൽ ഞങ്ങൾ പണക്കാരായിരിക്കും. അങ്ങനത്തെ പൈസ അങ്ങനെയാണ് ഞങ്ങൾ ജീവിതത്തിന്റെ ഗ്രാഫ് പോണത്. അങ്ങനെയാണ് ഇപ്പത്തെ ഗ്രാഫ്. ഇങ്ങനെ പോയാൽ മതി. എപ്പോ നമ്മൾ ഉണ്ടാക്കി അത് അടച്ചു വേവിക്കട്ടെ കേട്ടോ. ക്യാമറ എന്തൊക്കെ ക്യാമറ കൊണ്ടട്ടെ. രാവിലെ പാത്രമൊക്കെ വേണം ചെയ്തോട്ടെ. എന്നിട്ട് വേണം കുളിക്കാനും, കുളിച്ചിട്ട് വേണം ചോറുണ്ണാന്. അങ്ങനെ പല പരിപാടികളും ഉണ്ട്. ഇത് നല്ല രസകരമായ പരിപാടികളൊക്കെയാണ് വരാൻ പോണത്. കുളിക്കുക, ചോറ് തിന്നുക, വിശ്രമിക്കുക. അങ്ങനെ വലിയ എന്താളും പഠിക്കും. പപ്പടം മതി. പഠിക്കണ്ടേ? പിന്നെ ഞാൻ പഠിക്കാൻ നാളെ മുതൽ ഞാൻ പോകാം. നാളെ മുതൽ ഞാൻ പോട്ടെ. പരീക്ഷയാണ് വരുന്നത്. അത് ഓർമ്മല്ലേ? ഇപ്പൊ പഠിച്ചാൽ രാത്രി ബിഗ് ബോസ് കാണാം. അല്ലെങ്കിൽ ബിഗ് ബോസ് നിങ്ങളെ പുറത്താക്കിയാണ് ഞങ്ങൾ അതിനടക്കും.
വീട്ടിൽ അഭിലാഷുണ്ട്. ചോറിന് ഇതാ നല്ല ഇതൊക്കെ ഇട്ട് ഈയടാ ഞാനിത് പണി എടുക്കട്ടെ. കുറച്ച് ദാളുടെ ഇതിന്റെ മേൽക്കൂടാണ്ട് ഇങ്ങനെ 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 നമ്മള് തീ ഉണ്ടാക്കട്ടെ. തീ അല്ലാത്ത ചിക്കൻ പൊരിക്കട്ടോ. അടിച്ചു വരാനുണ്ടോ? അല്ല ചില്ലറ ഇവിടെ അടുക്കള മാത്രം ഒന്ന് അടിച്ചു വരാണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മളെ ചോറ്റോല എന്ന് പറയുന്നത്. നെയ്ച്ചോറിടുന്ന ഓലയാണത്. കണ്ടോ, കൊറേ ഉണ്ടായിരിക്കുന്നു. ചെറിയൊരു കമ്പ് കൊടുന്ന് കുത്തിയതാ, കൊറേ ഉണ്ടായിരിക്കുന്നു. കണ്ടോ, ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഓലെല്ലാം എന്തൊക്കെയോ പരിപാടിയിലാണ്. കുറച്ചിട്ടാൻ വേണ്ടിട്ട് ഇത്തിരി എരിയല്ല, കളറാണ്. കൂടുതൽ കളറുണ്ടാ വിടണ്ട. അപ്പൊ ഞങ്ങൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. വെയിലാണ് ഗൈസ്, വെയിലാണ്. ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞു. സമയം അയ്യോ സമയം കണ്ടില്ല, 1:30 ആയി. ഓ ഭയങ്കര വെയിലാണ്. ചോറും കൂട്ടാനൊക്കെ ആയിട്ട് ഇങ്ങനെ കുളിക്കാൻ പോന്നാട്ടോ. കുളി കഴിഞ്ഞു, തിരുമ്പൽ കഴിഞ്ഞു. ആഹാ നല്ല വെയിലാണ് ഗൈസ്, ഭയങ്കര വെയിലാണ്. മാക്സി കീറിക്കണമെന്ന് നോക്കുന്നു വേണ്ട. ഉള്ളതാക്കണ് കുഞ്ഞാറ്റ കുളിക്കാൻ പോകുന്നു കണ്ടു. കുറേ കാലത്തിന് ശേഷം ഒക്കെ പുഴയിൽ കുളിക്കുക. ഓ മൈ ഗോഡ്, വെയിലാണ് ഗൈസ്, വെയിലാണ്. വെള്ളമൊക്കെ കുറഞ്ഞു കണ്ടോ, വെള്ളമൊക്കെ കുറഞ്ഞു. നീലാകാശം വെള്ളം കുറവുണ്ട് കേട്ടോ, നല്ല കുറവുണ്ട്. കുളി കഴിഞ്ഞു, എൻ്റെ തിരുമ്പൽ കഴിഞ്ഞോ? തോർത്തുണ്ട് വേണ്ടേ? എന്നാ തോർത്തുണ്ട് വേണ്ട, എനിക്ക് വേണ്ടേ? തോർത്തുണ്ട് എൻ്റെ കഴിഞ്ഞോ? ചെവിയിലൊക്കെ സോപ്പും പാടാണ്. മൂപ്പരതാ നീന്തി നോളായി നീന്തട്ടോ. അങ്ങോട്ട് പോരി, മതി അങ്ങോട്ട് പോരി. കോറൂട്ടോ, നല്ല തണുപ്പുണ്ട് വെള്ളം. ഓഹോ നരനെ കാണാനല്ലേ ഗൈസ്, അവിടെ പോയി. ഓഹോ ഞാനൊരു നരൻ. ഒഴുക്കാ മൂപ്പര മുണ്ട് വരെ ഊരിപ്പോയി. ചെല്ലൊന്ന് അടിഞ്ഞോ? നല്ല ഒഴുക്കുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ വരുന്നില്ലല്ലോ. ഇപ്പം എനിക്ക് പേടിയാണല്ലോ. അക്കരെ ഇതാ ചൂണ്ടപ്പണിക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ അല്ല, 2 ചൂണ്ടപ്പണിക്കാരാക്കണം. മീൻ കിട്ടി വലിച്ച് കയറ്റുണ്ട്. കിട്ടുമോ? കിട്ടിയിട്ടില്ല ഗൈസ്. 2 ചൂണ്ടപ്പണിക്കാരുണ്ട്. കുഞ്ഞാറിൻ്റെ കാൽമ മീനുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാൻ കണ്ട ഗൈസ്. അവിടെ ഇഷ്ടംപോലെ മീനുണ്ട്. മീൻകുട്ടികളാണ് ഇപ്പോൾ, ഫുള്ള് മീൻകുട്ടികളാണ്. കണ്ടോ, അവിടെ ഇരുന്ന് ചെരുപ്പ് അരക്കണം. കഴിഞ്ഞോ? സോപ്പ് കൊണ്ട് അരക്കണ്ടട്ടെ. 75 ഉറുപ്പ്യാണ്. ലൈഫ് ബോയ് അല്ലാത്ത സിന്തോളിന് ഞങ്ങൾ പോകാൻ നോക്കട്ടെ. ഭയങ്കര വെയില, വമ്പൻ വെയില. തോണിയൊക്കെതാ വെള്ളം. ഇനി വീട്ടിലെത്തിയിട്ട് കാണട്ടെ. ഞങ്ങൾ വീട്ടിൽ ചെല്ലണം, ചോറ് തിന്നണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ തന്നെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരം 2 മണി ആയിട്ടുണ്ട്. ഇനി വേഗം ചോറുന്നട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം ഇലയൊക്കെ വെട്ടിയിട്ടോ. ഇതിങ്ങനെ പാത്രം കഴുകാൻ വല്ലാത്തൊരു മടിയായി തുടങ്ങിക്കുക. അപ്പോൾ ഞാൻ ഇലയൊക്കെ വെട്ടി ചോറും കറികളൊക്കെ വിളമ്പിയിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ചോറ് തിന്നട്ടോ. പൊതുവേ ഞാൻ ചോദിക്കാത്തൊരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോ, അതായത് ഓൺ വോയിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്നൊന്ന് സത്യം പറഞ്ഞാലൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾ കമൻറ്റിനനുസരിച്ചാവും ഇനി അങ്ങോട്ടില്ല വീഡിയോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണോ അതോ ഓൺ വോയിസ് പറയണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇട്ടാൽ വളരെ ഉപകാരപ്രദമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോർന്നിട്ടോ. ബൈ.